ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ എഡൻബർഗിലാണ് കേട്ടോ. അവിടെയാണ് ഇന്നലെ ഞങ്ങള് രാത്രി സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവും. ഇവിടുത്തെ സിറ്റി ടൂർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം മാഞ്ചസ്റ്ററിലേക്ക് പോകും കേട്ടോ. അപ്പോ ഇന്ന് എന്താണ് രാവിലെ 6:30 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 7 മണിയാകുമ്പോഴേക്കും ലഗേജ് ഒക്കെ എടുത്ത് താഴത്തേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം റെഡിയായി. അപ്പൊ ഇവിടെ രാവിലത്തെ സീനാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് രസാ കാണാൻ. ഞങ്ങൾ റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചെടുത്തിട്ടുണ്ട്. ഏത് വെറൈറ്റി വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. ഫുള്ളാണ് കേട്ടോ. ആൾക്കാർ ഫുള്ളാ റെസ്റ്റോറന്റ്. ഇനിയുണ്ട്, എന്ത് വേണിച്ചെടുക്കാം, ഒരുപാടുണ്ട്. ഇതെന്താ സാധനം? ബെറിയാ? അടിപൊളി. നല്ല ഫുഡ് കേട്ടോ. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ. ഇതാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇന്ന് എഡൻബർഗിൽ താമസിക്കുന്ന ഹോട്ടല് ഹോളിഡേ ഇൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ. 8:30 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകും. അപ്പൊ നല്ല ക്ലൈമറ്റ് ആണിന്ന്. അതെ, ചെറുതായിട്ടൊരു തണുപ്പുണ്ട്. പക്ഷെ ഫ്രഷ് ആയൊരു എനർജി എന്ന് പറയില്ല, അത് ഉണ്ടാവാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ആകാശം എന്ത് ക്ലിയർ അല്ലേ. അതാണ് പൊല്യൂഷൻ ഇല്ലാത്തതിന്റെ എന്താണ്. Everything, events, different events as well. And now it's a very nice residential area. It is known as the castle in the distance. കേട്ടോ. എന്തൊരു രസാ. ഒരാളും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല, ആ ബിൽഡിങ്സ് ഒക്കെ പഴയ മോഡലാ. ഞങ്ങൾ ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാസലിന്റെ ഉള്ളിൽ പോണ് 38 ആളുണ്ട്. ഇതാണ് എഡിൻബർഗ് കാസലിന്റെ പുറത്തേക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അവിടെ നല്ല സീൻ കിട്ടും. നല്ല വെതർ, എന്തോ ആകാശം നീല കളറാ. ഇവിടെ ഇങ്ങനെ ഈ വാർ ടൈമിലൊക്കെ പീരം കഴിച്ച് യുദ്ധം തന്നെ. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നോക്കി യുദ്ധം ചെയ്യണം. അവിടെ ഒരു റിവറും ഉണ്ട് അപ്പുറത്തേട്ടോ. Can we get a picture here, all of them? All of them. from 5 years of age till 18, and it's a very prestigious school, expensive school. In Edinburgh, they say that it's a school for prime ministers because future prime ministers go there. Children from rich. സിറ്റി ടൂർ ഒക്കെ കഴിഞ്ഞ് ലഞ്ചിന് വന്നിരിക്കും കേട്ടോ. റെസ്റ്റോറൻറ്റ് ലഞ്ച് എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മള് സ്ട്രേറ്റ് മാഞ്ചസ്റ്ററിൽ പോകും. ചോറ് വാങ്ങിച്ചെടുത്ത റൈസ് എങ്ങനെയുണ്ട് നോട്ടെ. ഇത് 24th ഞങ്ങള് ലഞ്ച് കഴിഞ്ഞു. എഡൻബർഗ് സിറ്റി ഒക്കെ ക്രോസ് ചെയ്തു. കംപ്ലീറ്റ് സൈറ്റ് സീയിങ് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം മാഞ്ചസ്റ്ററാണ്. മാഞ്ചസ്റ്ററിൽ ഒരു 4.5 hours കിട്ടും. അവിടെ നിന്ന് റണ്ണിങ് 5 hours ആവും ബസ്സിൽ തന്നെ. അവിടെ സ്റ്റേ. നാളെ മാഞ്ചസ്റ്റർ എല്ലാം കവർ ചെയ്യും. അപ്പം ഇവിടെ ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു 3 hours ആയി. 3 hours ആകുമ്പോൾ ഇവിടെ ഡ്രൈവറിന് റെസ്റ്റ് കൊടുക്കണം. അത് റൂളാണ്. ഒരു 1/2 hour റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ കോഫി ഷോപ്പ് ഉണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക്
എന്താ വെച്ചാൽ. പക്ഷെ ഇത് കമ്പൽസറി ആണ്. അത് അവരെടുത്ത് ഗവൺമെന്റിന് അറിയാൻ പറ്റും റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ. ഇനി ഇവിടെ ഇറങ്ങി ഇനി കുറച്ച് 5 മിനിറ്റ്സ് ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് കോഫി എല്ലാം കുടിച്ച് പോവാം. ഇനി 2.5 hours റണ്ണിങ് ഉണ്ട് ഇവിടുന്ന് മാഞ്ചസ്റ്ററിലേക്ക്. ഞങ്ങളിവിടെ സൂപ്പർ മാർക്കറ്റിൽ പെട്രോൾ പമ്പിൽ വന്നപ്പോൾ കോഫി കുടിച്ചിട്ടുണ്ട്. വൈറ്റ് ക്യാപ്, ഇതിൻ്റെ പേര് ഫ്ലാറ്റ് വൈറ്റ്. നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുക, എടുക്കുക, അവിടെ പറയുക, പൈസ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള കോഫിയാണ്. ഞങ്ങളുടെ ഡിന്നറിന്ന് വിടുന്ന കേട്ടോ. ഡിന്നറൊക്കെ കഴിഞ്ഞ് നല്ല ഇന്ത്യൻ ഫുഡായിരുന്നു കേട്ടോ. ഇന്ത്യ റെസ്റ്റോറൻറ്റിലാണ് പോയത്. സമയം ഇപ്പൊ 8 o'clock ആയി. എന്നാലും സൺസെറ്റ് ആയിട്ടില്ല കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് 3-ാം ദിവസം ഞങ്ങളുടെ ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്നലെ രാത്രി വൈകുന്നേരം 9 മണിയായപ്പോ മാഞ്ചസ്റ്റർ എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്യണ ഹോട്ടലിൽ വന്നപ്പോൾ 9 മണിയായി. റണ്ണിങ് അതായത് നമുക്ക് ഒരു ക്ഷീണം അനുഭവിക്കില്ല കേട്ടോ. നല്ല സുഖമായ റോഡുകള്. അപ്പൊ ഞാൻ ആ റണ്ണിങ്ങിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ സീനുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇന്നിപ്പോ രാവിലെ എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ ഇറങ്ങണം. 8 മണി. ഇപ്പൊ ഇവിടെ 6:30 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 8 മണിക്ക് ഇറങ്ങണം. കാരണം ഇന്ന് കുറച്ച് സ്ഥലമുള്ളത്. പിന്നെ ഇവിടെ സിറ്റിയിൽ ട്രാഫിക് ആവും. ഇവിടെ കുറച്ച് സിറ്റി ടൂറും പിന്നെ അങ്ങനെ ഇവിടുത്തെ വലിയ സ്റ്റേഡിയം ഒക്കെ ഉണ്ടല്ലോ, ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ കണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ലണ്ടനിലേക്ക് പോകും. ലണ്ടനിലേക്ക് പോണ വഴിക്കും കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതുവരെ ഇപ്പൊ 2 ദിവസം ആയിട്ടുള്ളൂ. പക്ഷെ ഇന്നലെ 2 ദിവസം നല്ല ഇവരുടെ നല്ല നല്ല അടിപൊളി ഹോട്ടൽസ്, നല്ല റെസ്റ്റോറന്റുകള്, നല്ല അടിപൊളിയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത് കുറെ നോക്കിയിട്ടാണ് എനിക്കിത് കിട്ടിയത്. കുറെ അന്വേഷിച്ചിട്ട് നല്ലൊരു ഇതാണ് ഇവരുടെ. നമ്മള് പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ല. സോമൻസ് ലീസ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഉള്ളു ഇപ്പൊ ഓപ്പറേഷൻ. എറണാകുളത്താണ് അതിന്റെ നല്ലൊരു ടീമാണ്. ഞാൻ കുറെ അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് ഇതായത്. ഞാൻ അത് കാണുന്നുണ്ട്. പക്ഷെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പോയവരും വളരെയധികം ചാർജ് കുറച്ച് കൂടുതലും ഞങ്ങൾ അനുഭവത്തിൽ കൂടെ ഞങ്ങൾ വന്നാല് ഇവിടുത്തെ ഞങ്ങൾ ഹോട്ടലിന്റെ പ്രൈസ് ഒക്കെ നോക്കുമ്പോ നല്ല കോസ്റ്റ്ലിയാണ് ഹോട്ടലൊക്കെ. പക്ഷെ എല്ലാം റൂമായാലും അവര് ഹോട്ടലിൽ ലഞ്ച് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എല്ലാം നമുക്ക് ഇവിടുത്തെ ഫുഡ് നമുക്ക് കഴിക്കാം. അല്ല കോണ്ടിനെന്റൽ വേണോ ഏത് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ നല്ല ഫുഡ്. നമ്മളിവിടെ ഈവനിങ് വന്ന സമയം നമുക്ക് പുറത്തു പോകാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. തിരിച്ചുവിടെ രാവിലെ പോകേണ്ട വരണം മാത്രം. പിന്നെ ഇപ്പൊ സൺസെറ്റ് ഒക്കെ ആവാൻ 8, 9, 9:30 ഒക്കെ കിട്ടും. രാവിലെ 5 മണിയാകുമ്പോഴേക്കും സൺറൈസ് ആവും. ഇനിയിപ്പോ അങ്ങോട്ട് ഇനിയിപ്പോ അങ്ങനെ ദിവസം കൂടുന്തോറും ഇത് ജാസ്തിയായി വരും. അതുകൊണ്ട് എല്ലാം ഞങ്ങളെല്ലാവരും ഒരുവിധം ഏജ് ആയവരാണ്. അപ്പൊ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇനി ഞങ്ങള് ഇന്ന് ഇവിടുന്ന് 7:30 മണിയാകുമ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഇനി ലണ്ടനിലാണ്. പറ്റുന്ന മാതിരിയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇവിടെ മാഞ്ചസ്റ്റർ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്ത് സിറ്റിയൊക്കെ കറങ്ങി ഔട്ട് സൈഡ് കുറേശ്ശെ മഴ കിട്ടാം. ഇനി ഇവിടുന്ന് ഇവിടെ നേരെ സിറ്റിയൊക്കെ കറങ്ങിയിട്ട് ഇത് സ്റ്റേഡിയം എല്ലാം കണ്ട് ഉച്ചയ്ക്ക് വൈകിട്ട് ലണ്ടനിലേക്ക് പോകും. ഇപ്പൊ ഞങ്ങള് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് കേട്ടോ ഉള്ളത്. അവിടെ ഒക്കെ കണ്ടുവന്നു. അപ്പൊ ഇപ്പൊ ഇത് കാണുമ്പോ എനിക്ക് മുത്തുവിനെ ഓർമ്മ വരുന്നു. അവളെപ്പോഴും ചോദിക്കും മുത്തശ്ശനെ എവിടെയത് പഠിച്ചിരുന്നത്. അപ്പൊ ഏട്ടൻ പറയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ അവള് പറയും എനിക്കും പഠിക്കണം അവിടെ. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് അവിടെ തന്നെ ഓർമ്മ വന്നത്. അവിടെ ഹാരി പോട്ടറിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഗൈഡ് പറയുന്ന കേട്ടപ്പോ അവളാണ് ഇത് കേൾക്കേണ്ടതും കാണേണ്ടതും തോന്നിട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം. അതെ. അപ്പൊ
അതെ, പക്ഷെ ഇതൊക്കെ കുട്ടികളാണ് കാണേണ്ടത്. കുറെ ബുക്സും അങ്ങനത്തെ ഒക്കെ ഓരോ സെക്ഷനും കാണുമ്പോഴേ അവർക്ക് ആണ് കൂടുതൽ ഇതിനെ പറ്റിയിട്ട്. അപ്പൊ ഇവിടെ ഒരു ഗൈഡ് കുറെ റിപ്പോർട്ടറിനെ പറ്റിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷെ അവളുണ്ടെങ്കിൽ എല്ലാറ്റിനും ഉത്തരം പറഞ്ഞിരുന്നു. നമുക്കൊന്നും ഇത് വായിച്ചിട്ടുമില്ല, അപ്പൊ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ട് ഞങ്ങൾ ലണ്ടനിലേക്ക് പോവാണ്. ഇന്ന് അവിടെയാണ് സ്റ്റേ. ഇവിടുന്ന് 1 hour ജേണി. ഞങ്ങളങ്ങനെ ഹോട്ടലിന്റെ അവിടെ തറയി. ഇത് ലണ്ടൻ ടൗൺ അല്ല, എയർപോർട്ടിന്റെ അടുത്താണ് ഹോട്ടല്. ഞങ്ങളിന്ന് ലണ്ടനിൽ എത്തിയിട്ടോ. ലണ്ടൻ എന്ന മഹാനഗരത്തിലാണ് ഇപ്പൊ ഞങ്ങള്. ഇതൊക്കെ നമ്മളൊരു സ്വപ്നം കണ്ട മാതിരിയാണ്. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നമ്മള് എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം. നാളെ രാവിലെ നേരത്തെ 7:30 മണിക്ക് പോകണം അല്ലേ? നാളെ രാവിലെ നേരത്തെ പോകണം. റൂമുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഹോട്ടലുകളും അടിപൊളിയാണ്, ഭക്ഷണം അടിപൊളിയാണ്. അപ്പോൾ അതേവരെ വന്നിടത്തോളമൊക്കെ നല്ലതാണ്. ഇപ്പോൾ യൂറോപ്പിലത്തെ കാര്യം അറിയില്ല, ഇവിടെ ഇപ്പോൾ അവർ കൊടുന്ന് ട്രീറ്റ് ചെയ്തൊക്കെ നല്ലതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്താൻ ലേറ്റ് ആയി. കാരണം ഇത് ലേറ്റ് ആവും എപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ റണ്ണിങ് ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, പിന്നെന്താ നമ്മൾ കണ്ടത്, പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി കണ്ടു. അല്ല പിന്നെ ഷേക്സ്പിയറിന്റെ അതൊക്കെ നമ്മളിങ്ങനെ വായിച്ച അറിവുകളല്ലേ ഉള്ളൂ ഒക്കെ. അപ്പൊ ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ, ഓക്സ്ഫോർഡ് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ശരിക്കും കുട്ടി ഇങ്ങനെ അവള് ഭയങ്കര ഒരു ആഗ്രഹമാണ് അവിടെ പഠിക്കണമെന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങൾ നാളെ കഴിഞ്ഞിട്ട് നാളെ ലണ്ടൻ സിറ്റിയാണ്. അതെ, ലണ്ടൻ സിറ്റിയാണ്. അതെ, നല്ല രാവിലെ തിരക്ക്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പോണത്. ഓക്കെ, ശരി.